വൻ പ്രതീക്ഷയുടെ വന്ന് പറഞ്ഞ കണ്ട ഭയങ്കര ഹൈപ്പും ഭയങ്കര ഇതൊക്കെ പക്ഷെ ആ പറയത്തൊക്കെ ഒന്നുമില്ല. എന്താണ് പ്രശ്നമാണ് ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ലാഗാണ്. ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും തന്നെയാണ്. ക്ലൈമാക്സ് വേണ്ടി മാത്രം ഇരിക്കാൻ പറ്റും. ക്ലൈമാക്സ് നല്ലതാണ്. പിന്നെ ഗണപതി ബാലുവതി ഇവരുടെ അമ്മയുടെ ഓവർ ആക്ടിങ് കോമഡി വർക്കൗട്ട് ഉൾപ്പെടെ ഇതിൽ പോസിറ്റീവായിട്ട് പറയാൻ മൂന്ന് കാര്യമാണ്. സിനിമോഗ്രാഫി നമ്മൾ സീനറീസ് തന്നെ കാണിക്കുന്നത് പഠിക്കണം. പിന്നെ സൗബിൻ്റെയും ഭാഷയുടെ ക്ലൈമാക്സ് നോക്കാം. ഒരു പ്രോബ്ലം വരുമ്പോൾ അത് ഇമോഷണലി അടിക്കുക, ലോജിക്കൽ സപ്പോർട്ട് കണക്കായില്ല പടം കണ്ടതിന് ഒന്നുമില്ല. സിനിമാറ്റിക്കും അല്ല, റിയലിസ്റ്റിക്കും അല്ല, ക്ലാസ്സും അല്ല, മാസ്റ്റർ എങ്ങും എത്താതെ അവാർഡ് കിട്ടില്ല. എന്തുകൊണ്ടാണ് മനസ്സിലാണ് നന്നായിട്ട് സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ പ്രതീക്ഷയിലോ എൻ്റെ പൈസ പോയെന്ന് എനിക്ക് പറയാം. എൻ്റെ അഭിപ്രായം പറയണം. ഇമോഷണലി പോലും കണക്റ്റായില്ല. എന്ത് കണ്ടിട്ടുണ്ടോ ട്രൂ സ്റ്റോറിയാണ്. നല്ല ക്ലൈമാക്സ് എക്സ്പെക്ട് ക്ലൈമാക്സ് ആണ്. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ. അതൊന്നും പറയാൻ എനിക്ക് തന്നെ ഇടയ്ക്ക് ഇറങ്ങി പോകാൻ തോന്നും. ഒന്നും പറയാനില്ല. കുറേ കോമഡി കാണിക്കുന്നത്. ആ കോമഡി എല്ലാം കുഴപ്പമായിട്ട് മാറാം. ബാലുവരി സ്ലിപ്പർ എന്നാണ് നല്ല സിനിമകൾ അപ്ഡേറ്റ് ആവാം. ഇതിൽ ഇങ്ങനെ അപ്ഡേറ്റ് പ്രശ്നമാണ്. ഗണപതി അതൊന്നും ശരിയായില്ല. ഭാഷയുടെ കുറച്ച് ചെറിയ റോളാണ് ഭാഷ ചെയ്യുന്നുണ്ട്. എടുത്ത് പറയാണ് സൗബിൻ ദ്രോഹിൻ്റെ അപ്ഡേറ്റ്. അതും നല്ല ആക്ടറാണ്. ഭയങ്കര ആയിപ്പോൾ തിയേറ്ററിൽ ഭയങ്കര ലോഞ്ച് ഡിറക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ പറയും ഇത് സർവൈവലുണ്ട്. എന്ത് ഡ്രില്ല ഉള്ളത് മനസ്സിലാണ്. എന്ത് ഡ്രില്ലും സർവൈവലുണ്ട്. ഇവിടെ പോസിറ്റീവ് എൻഡിങ് ആണ്. നടന്ന സംഭവമാണോ? നടന്ന കാര്യമാണ്. പക്ഷെ അതിനനുസരിച്ച് റിയലിസ്റ്റിക്കും അല്ല, ക്ലൈമാക്സ് സിനിമാറ്റിക്കും അല്ല, ഒന്നുമല്ല. പണ്ട് മോഹൻലാലിൻ്റെ മൂവി ഉണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ. അതുപോലെ എങ്ങും എത്താത്തത് എൻ്റെ അഭിപ്രായം ഞാൻ പറയണം. എൻ്റെ അഭിപ്രായം പറയും. ക്ലൈമാക്സ് കാണാൻ വേണ്ടി നിൽക്കും.